മോളി, അപ്പോൾ നമ്മുടെ ഈ ബിസിനസ്സിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അതെന്താണെന്ന് ആണ് നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറേ ദിവസത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്തേക്കാണ്. കാരണം എല്ലാവർക്കും ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതെന്താണ് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ പലതരത്തിലുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം എന്താണ്? നമ്മുടെ ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഇത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ബിസിനസ്സാണ്. അപ്പോൾ മെയിൻലി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് അട്രാക്ഷൻ മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, ടിക്ടോക്ക് ഏത് സോഷ്യൽ മീഡിയ ആണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ മീഡിയ ഉപയോഗിച്ച് നമ്മളെ പോലുള്ളവരെ നമ്മൾ അട്രാക്ട് ചെയ്തിട്ട് അവരെ ബിസിനസ് ജോയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് സെല്ലിംഗ് ഒന്നും ഇൻവോൾവ് ഒന്നുമല്ല. ഒരു തേർഡ് പാർട്ടി അഡ്വർടൈസിങ് കമ്പനിയായിട്ടാണ് നമ്മൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറ്റൊരു കമ്പനിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്വർടൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ കമ്പനി എന്ന് പറയുന്നത് ഒരു 50 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു കമ്പനിയാണ് അല്ലേ? അത് നമ്മളൊരിക്കലും മറക്കരുത് ആ കാര്യം. കാരണം അത് വളരെ പ്രധാനപ്പെട്ട, കാരണം എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പോൾ ഇത്രയും പഴക്കമുള്ള ഒരു കമ്പനി ആകുമ്പോൾ അത് അതിനൊരു എന്താ പറയുന്നത്, ഒരു ട്രസ്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു വേൾഡ് വൈഡിൽ. ബിസിനസ് എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ടല്ലോ, വേൾഡ് വൈഡ് ഉണ്ട്. അത് അവരുടെ പ്രോഡക്ട്സ് ഹൈ എൻഡ് പ്രോഡക്ട്സ് ആണ്. നീ പറഞ്ഞ പോലെ 1974 തോന്നുന്നത് അത് സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ തന്നെ അത്രയും വലിയൊരു കമ്പനിയാണ് നമ്മളായിട്ട് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പ്രയർ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. അതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ഫുൾ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ കിട്ടും. എല്ലാ വെബിനാർ, വർക്ക്ഷോപ്പ്, ട്രെയിനിങ്, എല്ലാ കാര്യങ്ങളും. അതാണ് ഞങ്ങളുടെ ഈ യൂണിക്കായിട്ടുള്ള ബിസിനസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട. ഈസിയാണ്, സിമ്പിൾ സ്റ്റെപ്പാണ്. ആദ്യത്തേതെന്ന് വെച്ചാൽ നമ്മുടെ വെബ്സൈറ്റ് വന്ന് അവരുടെ പേര്, ഇമെയിൽ മാത്രം വെച്ച് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യ സ്റ്റെപ്പ്. ഓക്കെ, അത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾക്ക് കൂടുതലായിട്ട് അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ പിന്നെ ആൾക്കാർക്കാണെങ്കിലും മനസ്സിലാകാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടല്ലോ. നിങ്ങൾ കാണുന്നവർക്ക് ഒരു വലിയ വീഡിയോ ആകുമ്പോൾ ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ നേരമൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഓരോ സ്മോൾ ക്ലിപ്പായിട്ടാണ് ഞങ്ങൾ ചെയ്യാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്.